ഈ ആഴ്ച കുഴൽമന്നത്ത് നിന്നുമാണ് നമ്മൾക്ക് എഴുത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകന്റെ വിദ്യാഭ്യാസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അനിഷം നക്ഷത്രമാണ്. 6 വയസ്സായി. പഠിത്തത്തിൽ പുറകിലാണ്, വാശി ദേഷ്യം കൂടുതലാണ് എന്നുള്ളതാണ് അവർ പ്രശ്നമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് ജാതക സംബന്ധമായി പരിഹാരം അറിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ജാതക സംബന്ധമായി പരിഹാരം അറിയാൻ സാധിക്കും. കുട്ടികൾ ജനിച്ച ഉടൻ തന്നെ സ്വർണവും വയമ്പും നാവിൽ തേച്ച് കൊടുക്കുക എന്നുള്ളതായിരിക്കുന്ന ഒരു ചടങ്ങ് നമ്മളുടെ ഇടയിലുണ്ട്. അതിന്റെ ഉദ്ദേശം തന്നെ അവരുടെ നാവിലെ കഫാംശം മാറി അക്ഷരസ്ഫുടതയും വാക്ശുദ്ധിയും കൈവരുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ശുഭമുഹൂർത്തത്തിൽ, പ്രത്യേകിച്ച് സാരസ്വത യോഗം ഉള്ള സമയത്തിൽ ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമായിരിക്കും. കുട്ടിയുടെ ജാതകത്തിലെ 2-ാം ഭാവം, 5-ാം ഭാവം, 9-ാം ഭാവം എന്നീ ഭാവങ്ങളെ പരിശോധിച്ച ശേഷം ഗ്രഹസ്ഥിതികൾ വിലയിരുത്തി കുട്ടിയുടെ ബുദ്ധി, അതേപോലെ തന്നെ കഴിവ് എന്നീ കാര്യങ്ങൾ വിലയിരുത്താൻ സാധിക്കുന്നതാണ്. 5-ാം ഭാവാധിപന് വിധിച്ചിട്ടുള്ളതായിരിക്കുന്ന ലഘു മന്ത്രങ്ങളോ നാമങ്ങളോ പതിവായി ജപിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ്. ചെറുപ്പത്തിൽ തന്നെ ജപം ശീലമാക്കുന്നത് അത്യധികം ശ്രേയസ്കരമായിരിക്കുന്ന കാര്യമാണ്. ഇതുമൂലം അവർക്ക് ഏകാഗ്രതയും ഉത്സാഹവും വർദ്ധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജാതകത്തിൽ മുൻപ് സൂചിപ്പിച്ച ഭാവങ്ങൾക്ക് ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും ജാതകത്തിൽ കൂടി തന്നെ അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന് ശനി 5-ൽ അശുഭ ഫലദാതാവായി നിന്ന് കഴിഞ്ഞാൽ ആലസ്യം, മനോജഡത തുടങ്ങിയവ അനുഭവപ്പെടും. ഇപ്രകാരം തന്നെ വിദ്യാതടസ്ഥം, ബുദ്ധിക്ക് മൗഢ്യം എന്നിവ വരുത്തുന്നതായിരിക്കുന്ന ഗ്രഹസ്ഥിതികൾ അനേകമുണ്ട്. അതിന് പരിഹാരമായി കുട്ടിയുടെ ജന്മനക്ഷത്രത്തിൽ ആ ഗ്രഹത്തിന് വിധിച്ചിട്ടുള്ളതായ മന്ത്രങ്ങളും പൂജാകാര്യങ്ങളും ചെയ്യുന്നത് ഏറ്റവും ഫലപ്രദമാണ്. പ്രസ്തുത പൂജയോ ഹവനമോ നടത്തി മന്ത്രശുദ്ധി വരുത്തിയ ബ്രഹ്മീഘൃതം, സാരസ്വതഘൃതം എന്നീ ഘൃതങ്ങൾ കുട്ടിയെ കൊണ്ട് സേവിപ്പിക്കുന്നതും വിദ്യാരാജഗോപാല യന്ത്രം, താരായന്ത്രം എന്നീ യന്ത്രങ്ങൾ വിധിപ്രകാരം ദേഹരക്ഷ ചെയ്ത് കഴുത്തിലണിയുന്നതും ഗുണപ്രദമാണ്. വർഷത്തിലൊരിക്കൽ ജന്മനക്ഷത്രത്തിലോ മറ്റ് വിശിഷ്ട ദിവസങ്ങളിലോ മൂകാംബികയിലോ മറ്റ് സരസ്വതി ക്ഷേത്രങ്ങളിലോ കുട്ടിയുമായി ദർശനം നടത്തി ത്രിമധുരം കഴിച്ച് സേവിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ്. കുട്ടികളെ സാത്വിക ഭക്ഷണം ശീലിപ്പിക്കുന്നത് തന്നെയാണ് അവരുടെ ബുദ്ധിപരമായും ആരോഗ്യപരമായും ഉള്ളതായിരിക്കുന്ന വളർച്ചയ്ക്ക് ഗുണം ചെയ്യുക. സാത്വിക ഭക്ഷണം ശീലിപ്പിക്കുന്നത് തന്നെയാണ് അവരുടെ മാനസികപരമായും ബുദ്ധിപരമായും ഉള്ള ആരോഗ്യത്തിന് ഉത്തമം. ക്ഷേത്രദർശനം, ജപം, വ്രതാനുഷ്ഠാനം എന്നീ കാര്യങ്ങളിൽ ആഭിമുഖ്യം വളർത്തുന്നതും ഗുണം ചെയ്യും.